ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുന്റെ കരിയറിലെ ആദ്യത്തെ 1000 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഒരു ഇന്ത്യൻ സിനിമയുടെ 8ാമത്തെ 1000 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണല്ലോ പുഷ്പ 2 ദി റൂൾ. സിനിമ കൃത്യം 7 ദിവസങ്ങൾ ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ 7 ദിവസത്തെ യഥാർത്ഥ ട്രാക്കേഴ്സ് കളക്ഷൻ ഫിഗേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. 6 ദിവസങ്ങൾ കൊണ്ട് ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 1000 കോടി പിന്നിട്ട് 1002 കോടി എന്നീ കാണുന്ന പോസ്റ്റർ പുറത്തിറക്കിയ സിനിമയാണല്ലോ പുഷ്പ 2 ദി റൂൾ. ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് കണക്കിൽ 7 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമ 1000 കോടി പിന്നിട്ടിരിക്കുന്നത്. 1012 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഒരാഴ്ച കൊണ്ട് പുഷ്പ 2 ദി റൂൾ നേടിയെടുത്തിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയിൽ നിന്നും മാത്രം 822 കോടിയാണ് സിനിമ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. 688 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ വന്ന സിനിമയ്ക്ക് 190 കോടിയാണ് 7 ദിവസത്തെ ഓവർസീസ്, അതായത് വിദേശ രാജ്യ കളക്ഷൻ. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പുഷ്പ എന്ന അല്ലു അർജുൻ സിനിമയുടെ 2ാം ഭാഗം ഇപ്പോഴത്തെ പുഷ്പ 2 തിയേറ്ററുകളിൽ വളരെ മികച്ചൊരു കളക്ഷൻ ട്രാക്കേഴ്സ് കളക്ഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ന് ഇതുവരെ സിനിമയുടെ പ്രൊഡക്ഷൻ വ്യവസായ മൈത്രി മൂവി മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഒന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ കളക്ഷനായിട്ടും ഒപ്പം ഈ വീക്കെൻഡിലെ അടുത്ത വമ്പൻ കളക്ഷൻ അറിയാനായിട്ടും. ഇനി സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്കും ഒരു നേട്ടത്തിന്റെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ഒരാഴ്ച കൊണ്ട് 15 കോടി സിനിമ കേരളത്തിൽ ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. 15 കോടി 3 ലക്ഷം രൂപയാണ് ആദ്യ 7 ദിവസങ്ങൾ കൊണ്ട് പുഷ്പ 2 കേരളത്തിൽ നേടിയെടുത്തത്. നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമയ്ക്ക് ഇന്നലെയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്നലെ 50 ലക്ഷത്തിൽ താഴെ 43 ലക്ഷം രൂപയായിരുന്നു ബുധനാഴ്ച സിനിമയ്ക്ക് കേരള ഗ്രോസ് ആയിട്ട് വന്നത്. ഇതിനിടയിലെ പുഷ്പയുടെ ആദ്യ ഭാഗത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ ഇപ്പോഴത്തെ പുഷ്പ 2 ഒരാഴ്ച കൊണ്ട് മറികടന്നിരിക്കുകയാണ്. 2021 കോവിഡ് കാലത്ത് ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 14 കോടി 70 ലക്ഷം രൂപയായിരുന്നു ഫൈനൽ കേരള ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ പുഷ്പ ദി റൈസ് എന്ന സിനിമയുടെ കളക്ഷൻ പുഷ്പ ദി റൂൾ എന്ന സിനിമ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൊണ്ട് കേരളത്തിൽ മറികടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നിരുന്നെങ്കിൽ വമ്പൻ കേരള റെക്കോർഡ് കളക്ഷൻ എല്ലാം തന്നെ സിനിമ നേടിയെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച പുഷ്പ 2 കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.